കാപ്പിപ്പൊടിയുണ്ട്. മഞ്ഞപ്പൊടി ഉണ്ടോ ഇവിടെ? മേടിച്ചു വേണം. മുരിങ്ങ കറി, മുരിങ്ങ തോരൻ, മുരിങ്ങയുടെ തോരൻ വെച്ചേ ഉണ്ടോ? പാല് എടുക്കണ്ട, അതിലൊന്നും വേണ്ടേ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് പണിയില്ല. ഇനി മമ്മിട്ട് പൊന്നോൻ ഇത് കാണിച്ചു. മമ്മിട്ട് പൊന്നോന് കുഞ്ഞോട് ചേർന്ന ഇഷ്ടം. മാമി ഇഷ്ടമല്ല. അപ്പം ഇഷ്ടമാണോ? ഇന്നിവിടെ ആരൊക്കെ ഉണ്ടെന്നറിയാമോ? വേണ്ട ഒരാള് കിടക്കുന്നു. താങ്കൂല്ലേ? ചേച്ചിക്ക് കൊടുത്തു കുഞ്ഞോ, ചേച്ചിക്ക് കൊടുത്ത്. മോൻചാച്ചനെ വിളി. ഞാനിക്കുട്ടി വരച്ച പൂ കണ്ടോ പ്രിയങ്ങളെ? സൂപ്പറാണേ കേട്ടോ. എന്തോ ഇതാരാക്കളെ വരച്ചേ? ചേച്ചിയാന്നോ? സൂപ്പറാന്നേ. എന്തോ അത്? പൂവാ പൂവാ. ഇഷ്ടംപോലെ പഴം ഇരിപ്പുണ്ട്. ഈ പഴം കൊണ്ടുവന്നേക്കോ? മേടിച്ചല്ലാം അവിടുന്ന് കൊങ്ങണത്തു. നാളെ അവധി തരാൻ പറ. നാളെ ഞാൻ പോട്ടില്ല ചേച്ചി. ഒരു ദിവസം വരെ ചേച്ചി അവിടെ നിൽക്കി. അതാകുമ്പോ ചേച്ചിക്ക് മറ്റന്നാളിലും കിട്ടും. ചീത്ത വിളിയോ? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അമ്മ കൊണ്ടുവിടാൻ പറ. കുക്കുവിനോട് അമ്മ കൊണ്ടുവിടാൻ പറ. പോകും. അമ്മ കൊണ്ടുവിടാൻ പറ. മാമി താമസിക്കാനല്ല കടക്കാൻ. പോയിട്ട് വരാനോ? എന്റെ പിങ്ക് ഷൂ ഉണ്ട്. ഞാനും പുതിയ ഷൂ വാങ്ങിച്ചടാ. നീ അതുവഴി പോയിട്ടേ വരത്തുള്ളോ? അതുവഴി പോയിട്ടേ വരത്തുള്ളോ? ബ്രഷല്ലേ ഉള്ളു, തുണി ഞാൻ തരാം.
ഞങ്ങളിവിടെ ഓ കറങ്ങിയിട്ടൊക്കെ വേണ്ടവാ ഞാൻ വീഴുപടി. ദുരന്തം പറയണം. ഇന്ന് നമുക്ക് വീട്ടിൽ ഒരുപാട് പേരുണ്ട്, എല്ലാരും ഉണ്ട്. കുഞ്ഞാളവിടെ വെച്ചാട്ടെ. ആ താക്കോലവിടെ വെച്ചാട്ടെ. ഞാനും മാമിയല്ലേ ജാനിക്കുട്ടിയുണ്ട്, കുഞ്ഞുണ്ട്. ഇപ്പൊ വരും. രാമോ എന്റെ മാമിയാണേ. ഇത് കണ്ടില്ല, കണ്ടാ ഇപ്പൊ വരും. ജാനിക്കുട്ടിയും കുഞ്ഞോനും ഉണ്ട്, കൊച്ചോളുണ്ട്, കൂക്കുണ്ട്. ജാനിക്കുട്ടിയും കുഞ്ഞോനെയും മാമിയും മാവനും കൂടെ ഒരു സ്ഥലം വരെ പോയി. അപ്പം അവരെ ഇവിടോട്ട് വിട്ടിട്ട് പോയതാ. ഞാൻ പറഞ്ഞു ഇന്ന് ഇവിടെ നിൽക്കാം, നാളെ സ്കൂളിലൊന്നും പോകണ്ടല്ലോ. ഹായ് പറഞ്ഞു. ഹായ്, ലവ് യു പറഞ്ഞു. ലവ് യു. പണ്ട് അവിയലായിരുന്നു, ഒരു ഫ്ലൈറ്റ് അല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു. അതെ, എന്തൊരു സൗണ്ടായിരുന്നു, ഒറ്റ പറക്കലായിരുന്നു. എങ്ങനെ കുഞ്ഞു എന്തോ മാമി അപ്പൊ ആ കട്ടിലെ കിടക്കുമ്പോ മുറിണ്ട് വീരത്തില്ല താഴോട്ട്. മോനുകുട്ടൻ വീഴും. മോനിക്കൊട്ട പുല്ലിനെ പോലെ ഞളഞ്ഞ് മാമിയുടെ നെഞ്ചത്തും ചത്തി. വന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറി, നല്ല മഴയായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ പാല്, തൈര്. നമുക്ക് കൊച്ചോക്ക് ഇച്ചിരി മോര് കാച്ചി കൊടുത്തു വിടാം എന്ന് വിചാരിച്ചു. അതിന് തൈരൊക്കെ മേടിച്ചോണ്ട് വന്നു. പിന്നെ വന്ന് ചായ അല്ല കാപ്പി കുടിച്ചു. കാപ്പി കുടിച്ചു. അവല് നനച്ചു, പഴം ഇപ്പൊ ഉണ്ടായിരുന്നു, അവല് നനച്ച് കഴിച്ചു. ഞാന് എന്തുവാ ചൂട് പഴംപൊരി കൊണ്ടുവരാത്തതിന് കൊച്ചോട് എന്നോട് പിണങ്ങി. ഞാൻ മേടിക്കാൻ എന്താണെന്നറിയാമോ, ഈ ജാനിക്കുട്ടിക്കും കുഞ്ഞോനും വയറുവേദനയാന്ന് ഉച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞ്. അപ്പൊ ഞാൻ കൊണ്ടുവന്ന് എന്തായാലും അവര് എടുത്ത് കഴിക്കാതിരിക്കത്തില്ല. അവര് കഴിക്കും, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. അപ്പി കാപ്പിയാണോ? കൊള്ളത്തില്ലായിരുന്നോ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് കഴിക്കാനുള്ളതൊന്നും വാങ്ങിച്ചില്ല. 2 കടകളുടെ വാതിക്ക വന്നപ്പോ മണം അടിച്ചപ്പോ ഞാൻ നിർത്തിയായിരുന്നു, ഒന്ന് സ്ലോ ചെയ്തായിരുന്നു. എല്ലാരും ഉണ്ടല്ലോ എന്ന് ഓർത്ത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു കുഞ്ഞുങ്ങൾക്ക് വയ്യാത്തോണ്ട് വാങ്ങിച്ചില്ല. എടുക്കുമോനെ വയറുവേദനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല. അതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും വിശപ്പായിരുന്നു. അതെന്റെ മമ്മി താഴെ ഇറങ്ങ്. ഇറങ്ങാന് ഞാനും വിളിക്കുന്നു, നോക്കിയേക്കാം. അപ്പൊ ഞാനൊന്ന് കുളിച്ച് ജപിച്ചൊക്കെ വരട്ടെ പ്രിയങ്ങളെ. അപ്പാമ്മയാന്ന് വിളിച്ചേ. അത്താഴത്തിന് ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട്. രാവിലെ ദോശയായിരുന്നു. ഹലോ, കുളിച്ച് ജപിച്ചു വന്ന അടുക്കളയിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. രാവിലെ ഞാൻ ദോശയും സാമ്പാറും ഉണ്ടാക്കി. അപ്പൊ സാമ്പാർ ഇരിപ്പുണ്ട്, പിന്നെ ചോറ് വെച്ചു, ദോശ ഇരിപ്പുണ്ട്. ദോശ വേണമെങ്കിൽ പുതുതായിട്ടുണ്ടാക്കാൻ മാവിരിപ്പുണ്ട്. പിന്നെ അമ്മ മുരിങ്ങയില തോരൻ വെച്ചു, മുരിങ്ങയില കറിയും വെച്ചു. അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട കേട്ടോ. പിന്നെ അതെല്ലാം ഇരിപ്പുണ്ട്. ഞാൻ പപ്പടം കൊണ്ടുവന്നിട്ടുണ്ട്. മോനിക്കൂട്ടത്തിന് കുഞ്ഞോയ്ക്ക് പപ്പടം ഇഷ്ടമാകുമ്പോൾ 2 പപ്പടം കാച്ചാം. മുരിങ്ങയില കറിയുടെ കൂടെ പപ്പടം ബെസ്റ്റ് അല്ലേ, നമുക്ക് അങ്ങനെ കഴിക്കുന്നു.
പിന്നെ കുക്കും അങ്ങോട്ട് പോയി കുളിച്ച് ബ്രഷൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടുപേരെ കണ്ടായിരുന്നു, അത് പറയാൻ മറന്നു പോയതാണ്. ഒരാളെ ഞാൻ നേരത്തെ വന്ന് എൻ്റെ അടുത്ത് മിണ്ടിയിട്ടൊക്കെ പോയത്, എന്നിട്ട് ഇത്തവണ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നില്ല, മനസ്സിലായതുമില്ല. എന്നോട് പറഞ്ഞ ഞാൻ ഒന്ന് വന്ന് കണ്ട് മിണ്ടി പോയതാണ് കേട്ടോ. മനഃപൂർവ്വമല്ല എന്നുള്ളത് അങ്ങനെ വരുന്ന പ്രിയങ്ങൾക്കൊക്കെ മനസ്സിലാകും. ഇന്ന് പിന്നെ വാട്ടർ ടാങ്ക് വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ ഒരു പണിക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ട് പണിഞ്ഞൊക്കെ വെച്ചേക്കുന്നു, പെയിൻറ്റ് അടിച്ച് വെച്ചേക്കുന്നു. ഇനി നാളെ അത് മുകളിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്യുന്നത്. ടാങ്ക് വന്നിട്ടില്ല, ടാങ്ക് നാളെ കൊണ്ടുവരത്തുള്ളൂ. ഇന്നതൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അമ്മയോട്, അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ജോലിക്ക് വരുമെന്നുള്ളത് കൊണ്ടാണ് അമ്മയെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പം അമ്മ വളരെ ശ്വാസം മുട്ടി ഇവിടെ നിന്നത്. ഞാൻ വരുന്നതിന് മുമ്പ് തൊട്ട് അമ്മ ഞാനങ്ങ് പോട്ടെ എന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു. എല്ലാവരും ഉണ്ടല്ലോ, ഞാനെന്നാ അങ്ങ് പോവാ എന്നും പറഞ്ഞുകൊണ്ട് കുക്കും അങ്ങോട്ട് കൊണ്ടുവിടാൻ പോയിട്ടുണ്ട്. പിന്നെ ആരൊക്കെയോ എന്നോട് ഇപ്പോഴും ചില വീഡിയോസിലൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ഇവിടെ നിൽക്കാത്തത്. ഞാൻ പറയുന്നുണ്ട് പ്രിയങ്ങളെ, എന്തോ ചെയ്യാൻ, പിടിച്ച് കെട്ടി ഇവിടെ ഇടാൻ പറ്റത്തില്ലല്ലോ. ഞാൻ വിളിച്ച് മുത്തു വിളിച്ച് പറഞ്ഞതാണ് അമ്മമ്മ അങ്ങോട്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് മുത്തും വിളിച്ച് പറഞ്ഞ്, ഞാനും പറഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഞായറാഴ്ച അമ്മ വന്ന് 2 ദിവസമൊക്കെ മാക്സിമം, അന്ന് വീട് പാല് കാച്ചിനോട് അനുബന്ധിച്ച് ഒരാഴ്ച ഇവിടെ നിന്നത് എങ്ങനെ നിന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഇടയ്ക്ക് പലതവണ പറഞ്ഞു ഞാനങ്ങ് പോവാ, കുറേ ദിവസമായി അവിടെ നിന്ന് ഇറങ്ങിയിട്ട്, കാട് കയറി എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താണ് പ്രിയങ്ങളെ, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. മഴയായിരുന്നു, ചന്നം പിന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അപ്പോൾ നമുക്ക് ഇച്ചിരി കുറച്ച് തുണികൾ മടക്കി വെക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മടക്കി വെച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമുക്ക് ഇന്ന് ഉറങ്ങാം. കുളിച്ചതല്ലയോ? ജാനിക്കുട്ടി മേല് കഴുകുന്നു. കുഞ്ഞ മേല് കഴുകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുക്കുമ്മ ഉടുപ്പ് കൊണ്ടുവരട്ടെന്ന്. ഞാനിവിടൊക്കെ നടക്കുന്നു. കുഞ്ഞോ വേണ്ട, അപ്പ അമ്മമ്മ വിളിക്കുന്നു. അമ്മമ്മ കൊച്ചോട് ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് ആ മുഖത്തൊരു പ്രസന്നതയുണ്ട്. എല്ലാരും ഉണ്ട്. കുഞ്ഞോനും ജാനിക്കുട്ടി. കുഞ്ഞോ മോനുകൂട്ടം മേലെ എഴുതാൻ കയറി. ചിപ്പി ചിപ്പി വിളിച്ചേ. അപ്പിയല്ല ചിപ്പി. ഓ, അത് കുഞ്ഞിന് അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. അപ്പൂപ്പനോടൊരു ഐ ലവ് യു പറ. ഒരു ഉമ്മ കൊടു. അവക്കല്ല, മാമിക്ക്.
ഞങ്ങളുടെ സുന്ദരൻ കുളിച്ചത് ഇപ്പഴാ. സുന്ദരൻ, ഓ ദൈവമേ. എടിയാ നിങ്ങൾ തന്ന ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ ഇടയ്ക്ക് ഇതൊക്കെ തൂത്തോണ്ടാ ഇപ്പൊ അത് തൂക്കുന്നതിന്റെ ആ ഒരു സെക്കൻഡ് എങ്ങാണ്ടേ ഉള്ളായിരുന്നു. അങ്ങനെ വിശാലമായിട്ട് കാണാനും വേണ്ടിയില്ലേ. തുടങ്ങി എനിക്ക് അതിൽ തന്നെ ഒരു വളയുണ്ട്. ആ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് നീ ഇടുന്നത്. ഇത് അതുപോലെ എന്ത് സുന്ദരന് സുന്ദരിയായി സുന്ദരിയായി. അതിന്റെ കമ്മലുണ്ട്, കുഞ്ഞി കമ്മൽ അതിന്റെ അകത്തുണ്ട്. അതെ അതെ. അത് ഇഷ്ടപ്പെട്ടോ? എന്റെ കുഞ്ഞുച്ച് ഇഷ്ടപ്പെട്ടോ? അതെ. അവള് ചോറ് വെച്ചിട്ട് കഴിക്കും. സാരി ഉടുക്കുമ്പോ അല്ലേ, സാരി ഉടുക്കുമ്പോ എന്റെ കല്യാണത്തിന് ചേച്ചി എനിക്ക് തന്നതാ. കണ്ടോ അപ്പൂപ്പയ്ക്ക് ഒരു ഐഡിയ അപ്പൂപ്പനൊരു ഐഡിയ പറഞ്ഞേ ശ്രദ്ധയില്ല. ഇതെങ്ങനെ പിടിച്ചോണേ, കളയല്ലേ. ഇങ്ങനെ ഇങ്ങനെ കൈ നൂത്ത് പിടി. ഇന്ന് പോകുന്നില്ല, നാളെ മാമി പപ്പടം കാച്ചു. ചേട്ടൻ കണ്ടാ ചേട്ടൻ ലൈക്ക് ചെയ്തു. ചേട്ടൻ എപ്പോഴാ റൂമിൽ പോകുന്നത്? അവൻ അവിടെ നല്ലതേ പോയി. അപ്പൂപ്പ സംസാരിക്കുന്നവർക്ക് തോന്നും. മതി ഇപ്പോഴത്തേക്കുള്ളത് കാച്ചുന്നുള്ളേ. സാമ്പാറുണ്ട്, മുരിങ്ങയിലക്കറിയുണ്ട്, തോരനുണ്ട്, പപ്പടം. ഇത്രയും പോരെ, കഴിക്കാം. ബലൂണ് പൊട്ടിയോ? വാ വാ ചോറുണ്ണാം വാ. തവള പൊട്ടുന്ന പോലെ. ചോറുണ്ണാൻ വരാൻ പറ കുഞ്ഞോ. ചോറുണ്ണാൻ വരാനാ വിളിച്ചത് കുഞ്ഞ്.
ഉഷപ്പെടുത്തല്ല അതിന്റെ നടു കുളിക്കാൻ. ചോറ് വാ. ഞാൻ ചോറ് വിളമ്പി. മുരിങ്ങയിലക്കറി കഴിക്കട്ടെ. ഫേവറേറ്റ് ആണ്, ഞങ്ങളെ ഫേവറേറ്റ്. ഞാൻ ഒരു കഷ്ണം മീൻ എടുത്തു, കടുമാങ്ങ എടുത്തു, പിന്നെ ഒരു പപ്പടം. കഴിക്കട്ടെ. എല്ലാവരോടും സ്നേഹം, സന്തോഷം, പ്രാർത്ഥനകൾ. നാളെ കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു. മതി 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 മതി. മീൻകറി എടുത്തോണ്ട് വരണം. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.